അസ്സലാമലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മിമിക്സ് വിസ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസാനം അവൾക്ക് പിടി വീണു, കുടുക്ക് വീണിട്ടുണ്ട്. കാരണം ഇന്നത്തെ രാവിലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമയം വരെയുള്ള വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് നല്ലൊരു കുടുക്ക് വീണിട്ടുണ്ട്. 10 വർഷം തടവും അതുപോലെ തന്നെ പിഴയുണ്ട്. എത്ര ലക്ഷം അറിയില്ല, ഓർമ്മയില്ല, പിഴയുണ്ട്. ഇപ്പോൾ അത് നല്ലൊരു കാര്യമായി. ഇനി ഇതേമാതിരിയുള്ള പെണ്ണുങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കരുത് ഇതേപോലുള്ള കാര്യങ്ങൾ. ഏത് ബഹറിൻ്റെ അടി പോയി ഒളിച്ചാലും അവളെ പിടിക്കുക. ഇപ്പോൾ കാഷായം ഗ്രീഷ്മ എന്താ അവസ്ഥ? തൂക്ക് കയറും കാത്ത് നിൽക്കുന്നുണ്ടല്ലോ. എന്ന മാതിരി ഒരു പാവം മനുഷ്യനെ കൊന്ന് അല്ലേ, ആത്മഹത്യാ പ്രേരണ മാത്രമല്ല, ഒരു കൊലക്കുറ്റത്തിനുള്ള കേസ് പോലും ഇതിന് കൊടുക്കണം. ഇപ്പോൾ ആത്മഹത്യാ കുറ്റപ്രേരണ മാത്രമേ എളുപ്പമുള്ളൂ. ഇനിയിപ്പോൾ കൊലക്കുറ്റത്തിനുള്ള അതിനും കൂടിയുള്ള ശിക്ഷ കൂടി കൊടുക്കണം. എന്തായാലും കേരള പോലീസ് എപ്പോഴെങ്കിലും ഉണർന്നല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ഇനി ആണുങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബസ്സിൽ കയറുമ്പോൾ നമുക്ക് ബസ്സിൽ കയറേണ്ട ആവശ്യം വരും. ബസ്സിൽ കയറിയിട്ട് വരാൻ പോകേണ്ട ആവശ്യങ്ങൾ നമുക്ക് ഒരുപാട് വരുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനോട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനോട് ഒരു ചോദ്യം. ഞങ്ങൾക്കും ജീവിക്കണം സാറേ, ഞങ്ങൾക്കും ഈ കേരളത്തിലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കണം. ഞങ്ങളെ പേടിച്ചിട്ടല്ല, ഞങ്ങളെ കുടുംബക്കാരെ, ഞങ്ങളെ ബന്ധുക്കാരെ, ഞങ്ങളെ നാട്ടുകാരെ, ഭാര്യ മക്കൾ, ഇവരൊക്കെ ഞങ്ങൾ ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കുടുങ്ങും. കാരണം ചെയ്യാത്ത തെറ്റിന് ചെയ്തെന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, ഞങ്ങളെ പോലുള്ള ആളുകൾ മാത്രമല്ല കുടുങ്ങുന്നത്. ഞങ്ങൾക്ക് ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്, മക്കൾ, എല്ലാവരും ഉണ്ട്, ബന്ധുക്കൾ, നാട്ടുകാർ. അവരുടെ മുന്നിലൊക്കെ അല്ലെങ്കിൽ അവർക്കും കൂടി നാണക്കേട് വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നിയമം കൊണ്ടുവരണം. CCTV ക്യാമറ ബസ്സിലാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് സെക്ഷൻ വേറെ, പെണ്ണുങ്ങൾക്ക് സെക്ഷൻ വേറെ, അങ്ങനെ വരണം. ഫ്രണ്ടിലായിക്കോട്ടെ, പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു സെക്ഷൻ, ഒരു മതിൽ പോലെ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പോലെ പണിതിട്ട് ആണുങ്ങൾക്ക് ആണ്ട, പെണ്ണുങ്ങൾക്ക് ആണ്ട, പെണ്ണുങ്ങൾ ഫ്രണ്ടിൽ കൂടെ കയറിക്കോട്ടെ, ആണുങ്ങൾ ബാക്കി കൂടി കയറാം. ഞങ്ങൾ ഒരു സിസ്റ്റം കൊണ്ടുവരണം ബസ്സിൽ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ പോലുള്ള ആണുങ്ങൾക്കുള്ള ആഗ്രഹം അതാണ്. ഇതൊന്ന് പിന്നെയും പറയുകയാണ്, ഇത് പെണ്ണുങ്ങളെ പേടിച്ചിട്ടല്ലാതെ പിന്നെയും പറയുകയാണ്. കാരണം ഇതിന് പിന്നിൽ പിന്നെ ഞങ്ങൾ അനുഭവിക്കേണ്ടത് ഞാനോ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആണുങ്ങളോ അല്ല. കാരണം ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ഞങ്ങൾക്ക് വികാരങ്ങളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കുണ്ട് അന്തസ്സും അഭിമാനവും ആത്മാഭിമാനവും ഞങ്ങൾക്കുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഗണേഷ് സാറ് ഞങ്ങൾ ഈ ഒരു കാര്യം മാനിക്കണം. ഇതുപോലെ ഒരു എന്തെങ്കിലും കൊണ്ടുവരണം നിയമം. നിങ്ങൾ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഒരുപാട് നിയമങ്ങൾ, നല്ലതായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഗതാഗത മന്ത്രിയല്ലേ, ഈ ഒരു നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം എന്ന് വളരെ ആഗ്രഹിച്ചിട്ട് പറയുകയാണ്. എന്തായാലും ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇതുപോലെ ഏതെങ്കിലും ഒരു ഫാമിലി പെണ്ണുങ്ങൾ വന്നിട്ട് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഓണാക്കിയിട്ട് നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നമ്മൾ തെറ്റുകളും ചെയ്തിട്ടില്ല വിചാരിക്കുക, നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ മിണ്ടാതെ ശാന്തമായിട്ട് നിൽക്കുകയാണ് വേണ്ടത്. ശാന്തമായിട്ട് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവരോട് ഒറ്റടാനോ ചെയ്യരുത്. കാരണം ആണുങ്ങൾക്കുള്ള പൊതുവെ ഒരു സ്വഭാവമാണല്ലോ, കർക്കശ സ്വഭാവമുള്ള ആണുങ്ങളുണ്ടാവും, പ്രദേശപ്പെടുന്ന ആണുങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മിണ്ടരുത്, ശബ്ദിക്കരുത്, ശാന്തമായിട്ട് ഇരിക്കണം, ബസ്സിലിരിക്കണം. ചിലപ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കും ഈ വ്യക്തി, പലതരത്തിൽ എന്തെങ്കിലുമൊക്കെ ആംഗിളൊക്കെ നിന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ തട്ടിയിട്ടൊക്കെ നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കും. പക്ഷേ ദേഷ്യപ്പെടരുത്, ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. നിങ്ങൾ ശാന്തമായിട്ട് നിൽക്കുക. ഒന്നാമത്തെ പോയിന്റ് അതാണ് കേട്ടോ. നിങ്ങൾ ശാന്തമായിട്ട് ആ ബസ്സിൽ നിൽക്കുകയാണെങ്കിൽ നിൽക്കുക. ബഹളം വെക്കുക അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറൊന്നും ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു കാര്യത്തെ ചിത്രീകരിക്കാൻ വളരെ എളുപ്പമാകും. കാരണം മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യം അവരുടെ വീഡിയോയിൽ പകരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരിക്കലും മോശമായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നമ്മൾ അവരെ തൊടാനോ ഒന്നും ചെയ്യരുത്, ഒന്നിനും നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ ശാന്തമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാവ് കൊണ്ട് പ്രതികരിക്കല്ല. പ്രതികരിക്കുന്ന ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ആ പെണ്ണ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് സീറ്റ് മാറുക. പ്രതികരിച്ചിട്ട് നിങ്ങൾ വേറെ ഒന്നും മിണ്ടാതെ ശാന്തമായിട്ടിരുന്നത് നിങ്ങൾ ഒന്നും മിണ്ടാതെ മെല്ലെ സീറ്റ് മാറിയിട്ട് നിൽക്കുക. ഓക്കെ, സീറ്റ് മാറിയിട്ട് വേറെ സീറ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ സീറ്റ് ഇല്ലെങ്കിൽ വേറെ ഭാഗത്തേക്ക് മാറി നിൽക്കുക. അതാണ് ഏറ്റവും ചെയ്യേണ്ട ഒരു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞതാണ്. ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ മെല്ലെ അവിടുന്ന് മാറി നിന്നിട്ട് നിങ്ങൾ മറ്റുള്ള യാത്രക്കാരോട് അവരോട് പറയാം, ഈ പെൺകുട്ടി എന്താണ് കാണിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഈ പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉച്ചത്തിൽ സംസാരിക്കുക. ഒക്കെ ഉറക്കെ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു പേടി വരും. അപ്പോൾ പെൺകുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സംഭവം നിർത്തും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യുക, ഉറക്കെ സംസാരിക്കുക. അങ്ങനെ ആൾക്കാരുടെ യാത്രക്കാരുടെ ശ്രദ്ധ നമ്മുടെ നേരക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ചിലപ്പം പിന്മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശാന്തത, മിഷൻ ശബ്ദത, മിണ്ടാതിരിക്കുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മെല്ലെ പ്രതികരിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ബസ് ജീവനക്കാരുമായിട്ട് ബന്ധപ്പെടുക. കണ്ടക്ടറോ ഡ്രൈവറോ ക്ലീനറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെടുക. ഈ പെൺകുട്ടി എന്താണെന്നറിയില്ല, എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മോശമായിട്ട് പെരുമാറാനുള്ള ദുരുപയോഗം എന്തോ ഉണ്ട് തോന്നുന്നു, അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് പറയാം. കാരണം അവരോട് തൊടാനും സംസാരിക്കാനും നിൽക്കരുത് പെൺകുട്ടിയോട് കേട്ടോ. അവർ മിണ്ടാനും നിൽക്കരുത്. ഇവരോട് സംസാരിക്കുക, ബസ് ജീവനക്കാരോട് സംസാരിക്കുക, അല്ലെങ്കിൽ പിന്നെ കണ്ടക്ടറോ ക്ലീനറോ ഡ്രൈവറോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുക. ഓക്കെ,
അത് നിങ്ങളുടെ മൂന്നാമത്തെ പോയിന്റാണ്. കാരണം അവരോട് പറഞ്ഞു, കാരണം അവർക്ക് ശ്രദ്ധിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം നമ്മുടെ അന്തസ്സും അഭിമാനവും നമ്മുടെ പറഞ്ഞ ഇപ്പോൾ ലേഡീസിൻ്റെ ആയാലും ജെൻസിനാണെങ്കിലും ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം ജെൻസിൻ്റെ കാര്യമാണ്. ഓക്കെ, ജെൻസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവരോട് പറയാം, യാത്രക്കാരോട് അല്ലെങ്കിൽ ആ കണ്ടക്ടറോട് പറയാം. കാരണം അവർക്ക് അത് അവകാശമുണ്ട്, അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. കാരണം അവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കാരുടെ സുരക്ഷ മാനിക്കേണ്ട കടമ ഈ ജീവനക്കാർക്കുള്ളത് കൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവുക. ഇപ്പോൾ നിയമപരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിനോട് കാര്യങ്ങൾ പറയാം. പോലീസിനെ ഇപ്പോൾ എന്തായാലും ബസ്സിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 122 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് 122 പറയുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഒരു ബസ്സിൽ സംഭവം നടക്കുന്നുണ്ട്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷനിലേക്ക് പോലീസുകാർ എത്തും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ 122 വിളിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ ബസ് ജീവനക്കാരോട് പറഞ്ഞിട്ട് അവരോട് പോലീസിനോട് ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ വേണ്ടി പറയാം. ഡോർ ക്ലോസ് ചെയ്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ വേണ്ടി പറയാം. കഴിയുമെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ ഓണാക്കും ചെയ്യാം. അവർ വീഡിയോ ഓണാക്കുമ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഒരു വീഡിയോ ഓണാക്കി വെക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഓണാക്കി വെക്കുന്നതിന് പകരം ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഞാൻ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞല്ലോ, അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ, വേറെ സീറ്റ് മാറി പോകുമെന്ന് പറഞ്ഞില്ലേ, ആ സീറ്റ് മാറി പോകുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ആരോടെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെ സംഭവം ഉണ്ട്, ഒന്ന് വീഡിയോ എടുത്ത് വെക്കണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ എപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അവരോട് പറയാനും പറ്റും. അവർ ചെയ്യുന്ന ദുരുപയോഗം അവർക്ക് ഈ വീഡിയോയിൽ കാണാൻ, നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബസ്സിൽ കയറി കഴിഞ്ഞാൽ. ഇതൊക്കെ ഒരു സ്ത്രീയോട് ഒരു വനിതയോട് പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, ഈ 4 പോയിന്റും. പക്ഷേ ഇത് തിരിച്ച് വന്ന് ഒരാണിനോട് പറയേണ്ട ഗതികേട് നമുക്ക് വന്നല്ലോ. എന്താ ചെയ്യുക? എന്തായാലും ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനോട് ഗണേഷ് കുമാറിനോട് പിന്നെയും പറയാണ്, ഞങ്ങൾക്കും ജീവിക്കണം സാറേ. ഈ ഒരു കേരളത്തിൽ ഞങ്ങൾക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. ഞങ്ങൾക്കുണ്ട് വിലയും നിലയും ഞങ്ങൾക്കുണ്ട്, അന്തസ്സാഭിമാനം ഞങ്ങൾക്കുണ്ട്. രാഹുൽ ഈശ്വറിനോട് പിന്നെയും പറയാണ്, പിന്നെയും പറയാണ്, രാഹുൽ ഈശ്വറിനോട് പിന്നെയും കടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിച്ചതിന്. എന്തായാലും ഈ ഒരു മെൻ കമ്മീഷൻ ഇവിടെ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എന്താണ് ഇപ്പോൾ പെണ്ണുങ്ങളായി കണ്ടിരുന്നത് ലോകത്ത്? ഇങ്ങനെയുള്ള കുറച്ച് പേരെല്ലാം 100-ൽ 1-2 പെണ്ണുങ്ങൾ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു പെണ്ണുങ്ങൾ കാരണം കൊണ്ട് തന്നെ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള നല്ല പെണ്ണുങ്ങൾക്കും കൂടിയും നല്ലവരായിട്ടുള്ള പെണ്ണുങ്ങൾക്കും കൂടിയും അപമാനം വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ജന്തുക്കളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വിഷയം നല്ലപോലെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഈ 4 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.